ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ അർച്ചനയും സ്നേഹയും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ധനുഷിനെ കണ്ടയുടൻ തന്നെ എന്തു പറ്റിയെന്ന് അർച്ചന ചോദിക്കുന്നു. ഉണ്ടായ കാര്യങ്ങളെല്ലാം ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നിന്റെ കയ്യിൽ പണമുള്ള കാര്യം നീ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ നിന്റെ ആളുകളെ വിളിച്ചു പറഞ്ഞു. തുടർന്ന് അവർ വരികയും ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് പോലെ ചെയ്ത് നീ ആ പണം അങ്ങ് തട്ടിയെടുത്തു. അതല്ലേ നടന്നത്? ഇത് കേൾക്കുന്ന സ്നേഹയും ധനുഷിനോട് പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തന്റെ ബെഡിന്റെ അടിയിൽ നിന്നും പണത്തിന്റെ ബാഗ് എടുത്ത് നീട്ടുകയാണ് ധനുഷ്. ഇത്രയും ഇടിയുണ്ടായിട്ടും ധനുഷ് ഈ പണം എങ്ങനെ തിരികെ കൊണ്ടുവന്നെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ധനുഷ് അവരോട് പറയുകയാണ്. ധനുഷിനെ തല്ലി അവശനാക്കി അവർ പോകാനൊരുങ്ങുമ്പോഴാണ് ധനുഷ് പിന്നെയും ചാടി എഴുന്നേൽക്കുകയും അവരെ തല്ലി പണവും കൊണ്ട് അവിടെ നിന്ന് വരികയും ചെയ്തത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, സോറി ധനുഷ്, ഞാൻ ധനുഷിനെ തെറ്റിദ്ധരിച്ചു. പണവും കൊണ്ട് ഞാൻ മുങ്ങിയെന്നായിരിക്കും അല്ലേ കരുതിയതെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പൊട്ടിക്കരയുകയാണ്. എന്തിനാ സ്നേഹേ നീ കരയുന്നത്? ഒരുപാട് തല്ല് കിട്ടിയോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ പിന്നല്ലാതെ അവർ കുറെ പേരുണ്ടായിരുന്നെന്ന് ധനുഷ് പറയുന്നു. എന്റെ ജീവൻ പോയാലും ഈ പണം എനിക്ക് രക്ഷിക്കണമായിരുന്നു. ഈ പണവും കൊണ്ട് ഇവിടെ എത്തണമെന്നും ഞാൻ കരുതിയിരുന്നെന്നൊക്കെ ധനുഷ് പറയുമ്പോഴാണ് പണം കൊടുക്കാനുള്ള ആള് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണെങ്കിലും നീയാൾ കൊള്ളാലോടെ മോനെ, ഇത്രയൊക്കെ തല്ല് കിട്ടിയിട്ടും നീ പണത്തിൽ നിന്നും ഒരു നുള്ളിക്കാശ് പോലും കുറയാതെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോകുമ്പോൾ അർച്ചന സന്തോഷത്തോടെ ധനുഷിനെ നോക്കുകയാണ്. ധനുഷിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരു ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നെന്ന് ധനുഷ് പറയുന്നു. എന്നാലേ ഞങ്ങൾ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് സ്നേഹ ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അവന്തിക സ്നേഹയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ധനുഷിന് എങ്ങനെയുണ്ടെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇപ്പൊ കുഴപ്പമില്ലെന്ന് സ്നേഹ പറയുന്നു. എന്നാൽ അവനൊന്ന് ഫോൺ കൊടുക്കാമോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തതിന് ശേഷം അർച്ചനയും സ്നേഹയും കൂടി ചായ വാങ്ങാനായി താഴേക്ക് പോകുന്നു. നിനക്ക് രണ്ടടിയുടെ കുറവുണ്ടായിരുന്നു, നന്നായിട്ട് കിട്ടിയില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ തല്ല് കിട്ടിയെങ്കിലും പണമൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഞാൻ തിരികെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ധനുഷ് പറയുന്നു. ആ പണം അർച്ചന എൻ്റെ കയ്യിൽ തന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇതൊരു പരീക്ഷണമാണെന്ന്. അതിൻ്റെ ഇടയ്ക്കോ നീ കയറി കളിച്ചു. ഇപ്പോൾ നെല്ലിശ്ശേരിക്കാരുടെ വിശ്വാസം പറ്റുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് തന്നെയാണ്. എന്നെ ഒരിക്കലും അർച്ചനയും മറ്റുള്ളവരും വിശ്വാസമുള്ളവനായി കാണരുത്. എനിക്ക് ആ പണം കൃത്യസമയത്ത് എത്തിക്കാനും സാധിക്കരുത്. അതിനുവേണ്ടി നീ ഇറക്കിയ ഗുണ്ടകളാതെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. പക്ഷേ എന്തു ചെയ്യാം, നീ അവിടെ തോറ്റുപോയില്ലേ. ഇതെന്റെ ജീവൻ മരണ പോരാട്ടമായിരുന്നല്ലോ. അയ്യോ, നീ എന്നെ തെറ്റിദ്ധരിച്ചതാ. ഈ കാര്യത്തില് ഞാൻ എന്താണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവന്തിക പറയുന്നു. തൽക്കാലമേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇപ്പോൾ സമയമില്ല. തല്ലുകൊണ്ടതിന്റെ നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് ധനുഷ് കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം അവന്തിക മനസ്സിൽ പറയുകയാണ്, അവൻ നെല്ലിശ്ശേരിയിലെ മരുമകനാണെന്ന്. അർച്ചനയുടെ വെറും വാലാട്ടി പട്ടിയാകും മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന മുറിയിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടായതെന്ന് സച്ചി ചോദിക്കുകയാണ്. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം സച്ചിയോട് അർച്ചന പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അപ്പോൾ അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണല്ലേ? അവൻ നല്ലവനൊക്കെയാണ്, പക്ഷേ ചില പ്രശ്നങ്ങൾ കൂടി അവന്റെ ജീവിതത്തിൽ നിന്നും മാറണം. എന്നാൽ മാത്രമേ അവൻ പൂർണ്ണമായും നല്ലവനാവുകയുള്ളൂ. അതെന്താ കാര്യമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതൊക്കെ സമയമാകുമ്പോൾ പറയാമെന്ന് അർച്ചന പറയുന്നു. അതേസമയം സന്ദീപ് മുറിയിലേക്ക് ചെല്ലുകയും സച്ചിയെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്നും അച്ഛനെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും സന്ദീപ് പറയുന്നു. അങ്ങനെ സ്നേഹയും ധനുഷും ഒഴികെ മറ്റെല്ലാവരും വന്നു കഴിയുമ്പോൾ നന്ദൻ കാര്യം പറയാനായി സേതുവിനോട് പറയുന്നു. സ്നേഹയും ധനുഷും കൂടി വരട്ടെ, എന്നിട്ടേ കാര്യം പറയാൻ പറ്റുമെന്ന് സേതുമാധവനും പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. അച്ഛൻ എന്താ വരാൻ പറഞ്ഞതെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സേതു അർച്ചനയോട് തന്റെ റൂമില് മേശപ്പുറത്ത് ഒരു കവറിരിപ്പുണ്ടെന്നും അത് എടുത്തുകൊണ്ടുവരാനുമായി പറയുന്നു. അങ്ങനെ അർച്ചന കവറുമായിട്ട് വരുമ്പോൾ സേതു പറയുകയാണ്, ഈ വീട്ടിലെ ഏറ്റവും ഐശ്വര്യമുള്ള കൈ നിന്റെ മോളെ, അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് തന്നെ അതങ്ങ് ധനുഷിന് കൊടുത്തേക്ക്. ഇത് കേൾക്കുന്ന അർച്ചന അത് ധനുഷിന് കൊടുക്കാനായി നീട്ടുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.